ഞാൻ പറയാറുള്ളത് 2001 4000 രൂപ ഒരു പവൻ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക ഉണ്ടായിരുന്ന അതേ നികുതിയാണ് ഈ 1,10,000 ആകുമ്പോഴും കിട്ടുന്നത് നികുതി. അപ്പൊ അതിന്റെ 25 ഇരട്ടി കിട്ടണമായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കാതെ പോയത് നിങ്ങൾ കച്ചവടക്കാർക്ക് വേണ്ടി കൂടിയാണ് നിങ്ങൾ പറയുന്നത്. ഷെയ്ഡി ബിസിനസ്സാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരുപാട് കള്ളക്കച്ചവടം നടക്കുന്നത്. അത് നിങ്ങളുടെ കടകളിൽ കൂടിയാണെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ടാക്സ് കൊടുക്കാതെ കച്ചവടം നടത്തുന്നല്ല പറഞ്ഞത്. ഒരാൾ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവിടെ ബ്രീഫ് കേസുമായിട്ട് ആൾ വരുവാണ്. 100 പവനാണ്, ഈ 100 പവൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആൾ വരുക. അത് നേരായി നടക്കുന്ന കച്ചവടമാണ്. നിങ്ങളല്ലാതെ ചെയ്യുന്നത്. എത്രമാത്രം ആളുകൾ സ്വർണം ഷെയ്ഡിയായിട്ട്, അതായത് നിയമപരമല്ലാതെ വീടുകൾ വാടകയ്ക്കെടുത്ത് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കി പാരലായിട്ട് വിൽക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ എത്ര പേര് വിൽക്കുന്നുണ്ട്? ഒരുപാട് ആളുകൾ വിൽക്കുന്നത്. എവിടെയെങ്കിലും ഒരാളെ പിടിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് 4000 രൂപ ഒരു പവനുള്ളപ്പോ കിട്ടിയിരുന്ന നികുതി തന്നെ അതിന്റെ 25 ഇരട്ടി കിട്ടേണ്ട സമയമാണ് ആ നികുതി കിട്ടുന്നില്ല. അത് കിട്ടുന്നില്ല. അത് ഗൗരവമായിട്ട് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അല്ലാതെ നിങ്ങൾ സ്വർണ്ണ കച്ചവടക്കാർ മുഴുവൻ നികുതി കൊള്ള നടത്തുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അത് അവർക്ക് തെറ്റിദ്ധാരണ. നിങ്ങളുടെ നേതാക്കന്മാർ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷെ സ്വർണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു സംഭവം. ഇന്ത്യയിൽ വരുന്ന 30% സ്വർണം വിറ്റഴിക്കുന്ന ഈ സംസ്ഥാനത്ത് 4000 രൂപ പവനുള്ളപ്പോ കിട്ടിയിരുന്നത് ഇപ്പൊ കിട്ടിയാൽ പോരാ. അത് കിട്ടിയാൽ പോരാ.